അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് മൂന്നാമത്തെ ഭാഗത്തു നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം, റവാത്തിബിൽ 10 റക്അത്തുകൾ. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൂന്നാമത്തെ ഭാഗം നോക്കാം. കഅബയാണ്, പുരുഷന് നിഷിദ്ധമാണ്, മോതിരം ധരിക്കൽ കറാഹത്താണ്, വളരെ ഏറെ പുണ്യമുള്ളതാണ്, നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും, ഭ്രാന്ത്, ഔറത്ത് മറയ്ക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് റവാത്തിബിൽ 10 റക്അത്തുകൾ. അപ്പോൾ അതിനോട് യോജിച്ചത് വളരെ ഏറെ പുണ്യമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വളരെയേറെ പുണ്യമുള്ളതാണ് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി രണ്ടാമത്തത് ശുക്റിൻ്റെ സുജൂദ്. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഇനി മൂന്നാമത്തത് ഖിബ്ല എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? കഅബയാണ്. അപ്പോൾ അവിടെ കഅബയാണ് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി നാലാമത്തത് സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്. അപ്പോൾ അവിടെ പുരുഷന് നിഷിദ്ധമാണ് എന്നുള്ളതാണ് എടുത്തെഴുതാനുള്ളത്. ഇനി അഞ്ചാമത്തത് നോക്കാം, ചൂണ്ടുവിരലിൽ പുരുഷൻ മോതിരം ധരിക്കൽ കറാഹത്താണ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ്? മോതിരം ധരിക്കൽ കറാഹത്താണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി ആറാമത്തത് തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് ഔറത്ത് മറയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ ഔറത്ത് മറയ്ക്കേണ്ടത് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി അവസാനത്തത് നിസ്കാരം നിർവഹിക്കുന്നതിന് തടസ്സം ഏതാണ്? ഭ്രാന്ത്. അപ്പോൾ അവിടെ ഭ്രാന്ത് എന്ന് എഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് ഖുഫിൻ്റെ മേൽഭാഗം അല്പം, ഖുഫിൻ്റെ മേൽഭാഗം അല്പം തടവലാണ് നിർബന്ധം. അപ്പോൾ അവിടെ തടവലാണ് നിർബന്ധം എന്നുള്ളത് എടുത്തെഴുതി കൊടുക്കുക. അതാണ് പൂർത്തിയാക്കിയിട്ട് എഴുതാനുള്ളത്. ഏതാ? തടവലാണ് നിർബന്ധം എന്നുള്ളത്. ഇനി രണ്ടാമത്തത് ഔറത്ത് മറയ്ക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം. അപ്പോൾ നഗ്നനായി നിസ്കരിക്കണം എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. മൂന്നാമത്തത് യാ ബനി ആദമ ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. അവിടെ കുല്ലി മസ്ജിദിൻ എന്നെഴുതുക. നാലാമത്തത് നെയ്തതിനു ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താകുന്നു. അപ്പോൾ അവിടെ വസ്ത്രം കറാഹത്താകുന്നു എന്നാണ്. നെയ്തതിനു ശേഷം ചായം കൊടുക്കപ്പെട്ട വസ്ത്രം കറാഹത്താകുന്നു എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അഞ്ചാമത്തത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാഹു ഇംറഅ സ്വല്ല ഖബ്ലൽ അസ്രി അർബഅ എന്നെഴുതുക. ഇവിടെ ഖബ്ലൽ അസ്രി അർബഅ എന്നുള്ളതാണ് നമ്മൾ എഴുതി ചേർക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗം 2 എണ്ണം വീതം എഴുതാം. അപ്പോൾ താഴെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 എണ്ണം വീതം ഉത്തരം എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം, ജമാഅത്ത് സുന്നത്തല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ ജമാഅത്ത് സുന്നത്തല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? റവാത്തിബ്, ളുഹ, അൽ വിത്ർ, ഇസ്തിഖാറത്ത്, തഹിയ്യത്ത്, സലാത്തു തസ്ബീഹ്, തഹജ്ജുദ്. അപ്പം ഈ സുന്നത്ത് നിസ്കാരങ്ങൾക്കൊന്നും എന്ത് സുന്നത്തില്ല? ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സുന്നത്തില്ല, എല്ലാം തനിച്ച് നിസ്കരിക്കലാണ്. ഇനി രണ്ടാമത്തത് തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിൽ ഉള്ള ഫർളുകൾ. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ചെയ്യുന്ന സുജൂദിനാണ് തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുക. അപ്പം ആ ഒരു സുജൂദ് നിസ്കാരത്തിലല്ലെങ്കിൽ എന്തെല്ലാം ഫർളുകളാണ് അതിനുള്ളത് എന്നാണ്. അപ്പം അതിന് ഏതെങ്കിലും 2 എണ്ണം വീതമാണ് എഴുതാനുള്ളത്. ഒന്നാമത് എന്താണ്? തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, അതെന്താണ്? ഫർദിൽപ്പെട്ടതാണ്. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ ഒരു സുജൂദ് ചെയ്യുക, പിന്നെ സലാം വീട്ടുക. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിലല്ലെങ്കിലുള്ള ഫർളുകൾ. ഇനി അടുത്തത് മൂന്നാമത്തത് ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ. അപ്പോൾ ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ്?
ഒന്നാമത്തത് ഖുഫ ശുദ്ധിയുള്ളതായിരിക്കുക, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കുക, പിന്നെ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കുക. ഈ ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതുക. ഇനി ഉത്തരം എഴുതാം. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനും ശരിയായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഖിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഖിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെയാണ് ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും പിന്നെ മലവെള്ളം, ഹിംസ്ര ജന്തുക്കൾ, തീ മുതലായവയെ തൊട്ട് പേടിച്ചു ഓടുന്നവരുടെ നിസ്കാരത്തിലും. അപ്പോൾ ഏതൊക്കെയാണ്? ഹലാലായിട്ടുള്ള യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലും മലവെള്ളം, ഹിംസ്ര ജന്തുക്കൾ, തീ മുതലായവയെ തൊട്ട് പേടിച്ചു ഓടുന്നവരുടെ നിസ്കാരത്തിലും ഖിബിലക്ക് മുന്നിടൽ എന്തില്ല? ഫർളില്ല. ഇനി അടുത്തത് രണ്ടാമത്തതാണ്, സഹ്വിൻ്റെ സുജൂദ് വാജിബാണ് ആർക്കാണ് സഹ്വിൻ്റെ സുജൂദ് വാജിബ്? ഉത്തരം, ഇമാം സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് നിർബന്ധമാണ്. അപ്പോൾ ഇമാം സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ സഹ്വിൻ്റെ സുജൂദ് ഫർളാണോ? അല്ല. പക്ഷേങ്കിൽ അത് ഫർളാകുന്നൊരു സാഹചര്യമാണ് ആർക്ക്? മഅ്മൂമിന്. അത് ഇമാമ് ചെയ്യുമ്പോഴാണ്. ഇനി മൂന്നാമത്തത്, നിസ്കാരത്തിൽ സലാമിന് ശേഷം നിയ്യത്തിൽ സംശയം ഉണ്ടായാൽ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. കാരണം നിയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ നിസ്കാരം എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കുക തന്നെ ചെയ്യണം. നാലാമത്തത്, പെരുന്നാളിന് അഫ്ളലായ വസ്ത്രം ഏതാണ്? വില കൂടിയ വസ്ത്രം. അപ്പോൾ വില കൂടിയ വസ്ത്രമാണ് പെരുന്നാളിന് അഫ്ളലായിട്ടുള്ള, അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വസ്ത്രം. ഇനി അഞ്ചാമത്തത്, നിസ്കാര സമയമായാൽ നാം എന്ത് ചെയ്യണം? സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ് പൂരിപ്പിക്കാം എന്നുള്ളത്. ഒന്നാമത്തത്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഖൗമുൻ ഫി ആഖിരി സമാനി യഖ്ലിയൂന ബിസ്സവാദി കഹവാസിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് രണ്ടാമത്തതാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റകഅത്തൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.